ഇന്ന് നമുക്ക് ലോട്ട് ഇട്ടിട്ട് അതിൽ നിന്നൊന്ന് സെലക്ട് ആക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലാൻ ആക്കിയിട്ടുള്ളത് ബുക്ക് മാർക്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എനിക്ക് ലോട്ട് ഇട്ട് കിട്ടിയത് 3 ആണ്. അപ്പോൾ നമുക്ക് 3 ബുക്ക് മാർക്സ് ഉണ്ടാക്കാം. വിച്ച് മീൻസ് 3 ടൈപ്സ് ഓഫ് ബുക്ക് മാർക്സ്. ടൈപ്പ് 1 ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ സ്റ്റാമ്പാണ്. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് സൺഫ്ലവറിന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചല്ല ഒരു ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ സിസേഴ്സ് വെച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബുക്കിലേക്ക് ഇട്ടിട്ട് നോക്കിയാലെന്തേ. ബുക്കിൽ വെച്ച് നോക്കുമ്പോൾ നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. ആൻഡ് ദിസ് ഈസ് ടൈപ്പ് 2. നമുക്ക് ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം ഒരു കേർവ് ലൈൻസ് വരയ്ക്കുക, കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ സിമ്പിൾ ആയിട്ടുണ്ട് ടൈപ്പ് 2 ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കും ഒരു ഹോൾ ഇടാം, അതിന് ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു ബുക്ക് വെച്ച് ടെസ്റ്റ് ആക്കണ്ടേ, അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റോറി ബുക്ക് തന്നെയാണ് കേട്ടോ. ടൈപ്പ് 3 ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നോട്ട് ബുക്ക് പീസസ് ആണ്. അതിലേക്ക് കുറച്ച് ഹേർട്സ് വരച്ച് കൊടുക്കാം. ഞാൻ പിങ്കിലും റെഡിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദ സെയിം പ്രോസസ് നമുക്ക് ഫോളോ ചെയ്യാം. ഒരു ഹോൾ ഇടാം, പിന്നെ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കാം. ചുറ്റിട്ടില്ല കേട്ടോ, കെട്ടിക്കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ 3 ടൈപ്സ് ഓഫ് ബുക്ക് മാർക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ.